ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ല ഇപ്പം ഞാൻ പറയുന്നത്. ഇത് ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചിട്ട് ഇത് ഒരു നടക്ക് പോകുന്നില്ല. നീ നിൻ്റെ ആങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്ന എന്തിനാ? നിനക്ക് തരാനുള്ളതെല്ലാം ഞങ്ങൾ തന്നു കഴിഞ്ഞു. നിൻ്റെ കെട്ടിയവനാണെങ്കിൽ ജോലിക്കും വേലയ്ക്കും പോകുന്നില്ല. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ മിടുക്കാണ് കെട്ടിയവനെ ജോലിക്കും വേലയ്ക്കും പറഞ്ഞു വിടുന്നത്. എപ്പോഴും ഇവിടെ വന്ന് ആശ്രയിക്കേണ്ട കാര്യം എന്തുവാ? 2 പിള്ളേർ വളർന്നു വരുന്നു, അതുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അവർക്ക് സ്കൂളുണ്ട്, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ബുക്ക് കാര്യങ്ങൾ ഇതെല്ലാം നിൻ്റെ ആങ്ങളെയല്ലേ ചെയ്യുന്നത്. അവനൊരു ബുദ്ധിമുട്ടിക്കുന്നൊരു പരിധിയില്ലേ? അവനിക്കൊരു കുടുംബജീവിതമുണ്ട്. ഇത് പെൻഷൻ കാശ് കിട്ടുന്നതിൻ്റെ പകുതി മുക്കാലും അങ്ങോട്ട് കൊണ്ടുപോവുക, ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോവുക. അവനെന്താ കോടീശ്വരോ നിൻ്റെ ആങ്ങള? അവനിക്കൊരു ജീവിതമുണ്ട്. എപ്പോഴും ഞങ്ങളെ പ്രതീക്ഷിച്ച് നീ ജീവിക്കരുത്. ഇതല്ല. ഇനി ഞാൻ നിൻ്റെ അടുത്ത് തന്നെ ഉറപ്പിച്ചൊരു കാര്യം പറയുക. ആവശ്യമില്ലാതെ ഇവിടെ നീ വരരുത്. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ വരാൻ പോകാം. പക്ഷേ ഇവിടുന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നീ നിൻ്റെ കെട്ടിയവനും ജീവിക്കരുത്. 2 പെൺപിള്ളേരെ വളർന്നു വരുന്നത്. അതുങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേണം അതിനകത്ത് നിങ്ങൾ